നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. 2025 നവംബർ 3-നാണ് 2024 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചത്. അപ്പോൾ നമുക്ക് ആ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, മികച്ച നടൻ ആരാണെന്നാണ് നമ്മൾ പഠിച്ചത്. മികച്ച നടൻ ആരാണെന്ന് നോക്കാം അല്ലേ. ആരാണ് മികച്ച നടൻ? മമ്മൂട്ടിക്കാണ് മികച്ച നടൻ എന്നുള്ള അവാർഡ് കിട്ടിയത്. ചിത്രം ഏതായിരുന്നു? ബ്രഹ്മയുഗത്തിലെ അഭിനയ മികവിന് മമ്മൂട്ടിക്കാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത്. എത്രാമത്തെ? 55ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൻ്റെ മികച്ച നടൻ പുരസ്കാരം ലഭിച്ചത് മമ്മൂട്ടിക്കാണ്. ചിത്രം ഏതാണ്? ബ്രഹ്മയുഗം. അപ്പോൾ മമ്മൂട്ടിക്ക് ലഭിക്കുന്ന 7ാമത്തെ സംസ്ഥാന പുരസ്കാരമാണിത്. മുൻപ് ലഭിച്ച വർഷങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ ആഡ് ചെയ്തെന്നുള്ളൂ, ഒന്ന് നോക്കിക്കോ. 1884, 1889, 1994, 2004, 2009, 2022. 2022 ശേഷം 2025 അദ്ദേഹത്തിന് വീണ്ടും ഈ ഒരു അവാർഡ് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അടുത്തത് നോക്കാം. അപ്പോൾ മികച്ച നടൻ ആരാണെന്ന് പഠിച്ചു. അപ്പോൾ മികച്ച നടി ആരാണെന്ന് നോക്കാം അല്ലേ. മികച്ച നടി ആരാണ്? ഷംല ഹംസ. ചിത്രം ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിൻ്റെ അഭിനയ മികവിന് ഷംല ഹംസയ്ക്ക് മികച്ച നടി പുരസ്കാരം ലഭിച്ചത്. മികച്ച നടനും നടിയും നമ്മൾ പഠിച്ചു. മമ്മൂട്ടിയും ഷംല ഹംസയും. അടുത്തത് നമ്മൾ ആരെയാണ് നോക്കാൻ പോകുന്നത്? മികച്ച സംവിധായകൻ ആരാണെന്ന് നോക്കാം അല്ലേ. ആരാണ് മികച്ച സംവിധായകൻ? മികച്ച സംവിധായകൻ ചിദംബരമാണ്. ചിത്രം ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. അപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് ആണ് മികച്ച സംവിധായകനുള്ള അവാർഡ് ചിദംബരത്തിന് നേടിക്കൊടുത്തത്. മികച്ച സംവിധായകൻ ആരാണ്? ചിദംബരം. ചിത്രം ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ്. അപ്പോൾ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ഏതാ കിട്ടിയത്? അതും മഞ്ഞുമ്മൽ ബോയ്സ് തന്നെയാണ്. അപ്പോൾ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത് മഞ്ഞുമ്മൽ ബോയ്സിനായിരുന്നു. അതിൻ്റെ സംവിധായകനായ ചിദംബരത്തിനാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഈ 4 കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അടുത്തത് നോക്കാം. ജനപ്രിയ ചിത്രം. മികച്ച ചിത്രം ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. ജനപ്രിയ ചിത്രം ഏതാണ്? അത് പ്രേമലുവാണ് ജനപ്രിയ ചിത്രം എന്ന പുരസ്കാരത്തിന് അർഹത നേടിയത്. അപ്പോൾ മികച്ച ചിത്രം പഠിച്ചു, ജനപ്രിയ ചിത്രം പഠിച്ചു, കിട്ടിയല്ലേ. അടുത്തത് നോക്കിയാലോ. അടുത്തത് മികച്ച സ്വഭാവ നടൻ ആരാണ്? സൗബിൻ ഷാഹിറാണ്. 2 പേർക്ക് കിട്ടിയായിരുന്നു. ഒന്ന് സൗബിൻ ഷാഹിർ മഞ്ഞുമ്മൽ ബോയ്സിലെ അഭിനയത്തിന്, രണ്ടാമത് സിദ്ധാർത്ഥ് ഭരതൻ ബ്രഹ്മയുഗം. അപ്പോൾ സൗബിൻ ഷാഹിറും സിദ്ധാർത്ഥ് ഭരതനുമാണ് മികച്ച സ്വഭാവ നടനുള്ള അവാർഡുകൾ ലഭിച്ചത്. ചിത്രം ഏതൊക്കെയാണ്? മഞ്ഞുമ്മൽ ബോയ്സും ബ്രഹ്മയുഗവും. അതും കിട്ടിയല്ലോ. അടുത്ത് നോക്കാം. മികച്ച സ്വഭാവ നടൻ നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ നമുക്ക് മികച്ച സ്വഭാവ നടി ആരാന്ന് നോക്കാം. മികച്ച സ്വഭാവ നടി ആരാണ്? ലിജാമോളാണ്. ചിത്രം ഏതാണ്? നടന്ന സംഭവം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വേണ്ടിയിട്ട് ലിജോ മോൾക്കാണ് മികച്ച സ്വഭാവ നടി എന്നുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച സ്വഭാവ നടി ഏതാണ്? ലിജോ മോള്. ചിത്രം ഏതാണ്? നടന്ന സംഭവം. അപ്പോൾ നമ്മളിപ്പോൾ ബ്രഹ്മയുഗം, നടന്ന സംഭവം, ഫെമിനിച്ചി ഫാത്തിമ, ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കാം. പ്രേമലു എന്തായിരുന്നു? ജനപ്രിയ ചിത്രമായിരുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് എന്തായിരുന്നു? മികച്ച ചിത്രമായിരുന്നു. അപ്പം മഞ്ഞുമ്മൽ ബോയ്സ് മികച്ച ചിത്രമായതുകൊണ്ട് തന്നെ മികച്ച സംവിധായകനുള്ള അവാർഡ് ചിദംബരത്തിന് മഞ്ഞുമ്മൽ ബോയ്സിൽ നിന്ന് ലഭിച്ചു. അതുപോലെ സ്വഭാവ നടനുള്ള അവാർഡ് സൗബിൻ ഷാഹിറിനും അതിൽ അഭിനയത്തിന് കിട്ടി. പിന്നെ പഠിച്ചത് ബ്രഹ്മയുഗം എന്തായിരുന്നു? ബ്രഹ്മയുഗത്തിലെ അഭിനയത്തിനാണ് മമ്മൂട്ടിക്ക് മികച്ച നടൻ എന്നുള്ള പുരസ്കാരം ലഭിച്ചത്. അതുപോലെ തന്നെ സ്വഭാവ നടന പുരസ്കാരം ലഭിച്ചത് സിദ്ധാർത്ഥ് ഭരതനാണ്. അതും ബ്രഹ്മയുഗത്തിലെ അഭിനയത്തിനാണ്. അപ്പോൾ പ്രേമലു, മഞ്ഞുമ്മൽ ബോയ്സ്, ബ്രഹ്മയുഗം ഓർമ്മ വന്നില്ലേ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? നടന്ന സംഭവം എന്ന് പറഞ്ഞ ചിത്രം പഠിച്ചു. അതെന്തായിരുന്നു? മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡ് ലിജോ മോളിന് ലഭിച്ചത് നടന്ന സംഭവം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ്. പിന്നെ നമ്മൾ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞൊരു സിനിമയുടെ പേര് പറഞ്ഞായിരുന്നു. അതെന്തായിരുന്നു? മികച്ച നടിക്ക് വേണ്ടിയിട്ട് ആർക്കാണ് ആ മികച്ച നടിയുടെ പേരെന്തായിരുന്നു? ഷംല ഹംസ അല്ലേ. ഷംല ഹംസയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ്. അപ്പോൾ ഇത്രയും എല്ലാവർക്കും കിട്ടിയില്ലേ. ബാക്കി നോക്കാം നമുക്ക്. അടുത്തത് നോക്കിയാലോ. മികച്ച നവാഗത സംവിധായകൻ ആരായിരുന്നു? ചിദംബരം.
നവാഗത സംവിധായകൻ ആരായിരുന്നു? ഫാസിൽ മുഹമ്മദ്. ചിത്രം ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ. ഫെമിനിച്ചി ഫാത്തിമയിലെ സംവിധായകനായ ഫാസിൽ മുഹമ്മദിനാണ് നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി മികച്ച സംഗീത സംവിധായകൻ ആരാണ്? മികച്ച സംഗീത സംവിധായകൻ ഉത്തരം സുഷിൻ ശ്യാമാണ്. ചിത്രം ഏതാണ്? മഞ്ഞമ്മൽ ബോയ്സ്. മികച്ച പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവറാണ്. ഭ്രമയുഗമാണ് കേട്ടോ. അടുത്തത് മികച്ച ഗായകൻ ആരാണ്? KS ഹരിശങ്കർ. ചിത്രം AR. മികച്ച ഗായകൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KS ഹരിശങ്കറിനാണ്. അടുത്തത് മികച്ച ഗായിക, അതാരാണ്? സെബ ടോമി. മികച്ച ഗായിക ഏതാണ്? സെബ ടോമി. ചിത്രം ചിത്രത്തിന്റെ പേരെന്താണ്? അടുത്തത് മികച്ച എഡിറ്റിംഗ് സൂരജ് GS. ചിത്രം ഏതാണ്? കിഷ്കിന്ദ കാണ്ഡത്തിലെ എഡിറ്റിങ്ങിന് സൂരജ് GSനാണ് ലഭിച്ചത്. അടുത്തത് പ്രത്യേക ജൂറി പരാമർശം ആരൊക്കെയാണ്? ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ, ആസിഫ് അലി, ടൊവിനോ തോമസ്. ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ, ആസിഫ് അലി, ടൊവിനോ തോമസ്. ഇനി പ്രത്യേക ജൂറി പരാമർശം ആസിഫ് അലിക്കും ടൊവിനോ തോമസിനും ലഭിച്ചത് എന്തിനാണ്? ആസിഫ് അലിക്ക് കിഷ്കിന്ദ കാണ്ഡത്തിലെ അഭിനയത്തിനും ടൊവിനോ തോമസിന് ARMലെ അഭിനയത്തിനുമാണ് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചത്. അടുത്തത് മികച്ച ഗ്രന്ഥം ഏതാണ്? പെൺപാട്ട് താരകൾ. CS മീനാക്ഷിയുടെ പെൺപാട്ട് താരകൾ എന്നതാണ് മികച്ച ഗ്രന്ഥമായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ 55ാമത് 2024 പുരസ്കാരങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നൊരു MCQ പോലെ ഒന്ന് ചെയ്ത് നോക്കാം. എത്രത്തോളം നമുക്ക് ഓർമ്മ വരുന്നുണ്ടെന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. 51ാമത്തെ ചോദ്യമാണ്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച നടൻ ആരായിരുന്നു? 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരാണ്? ഇത്ര ഓപ്ഷൻ B ആണ്. മമ്മൂട്ടിയാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത്. ചിത്രം ഏതായിരുന്നു? ഭ്രമയുഗം. അടുത്തത് ഏത് ചിത്രത്തിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടിക്ക് 2024 മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്? ഏതായിരുന്നു? ഭ്രമയുഗമാണ്. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞല്ലേ. അടുത്തത് ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ്? ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഷംല ഹംസ അല്ലേ. ആരാണ്? ഷംല ഹംസയ്ക്കാണ് ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. അടുത്തത് 2024 മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്? 2024 മികച്ച ചിത്രം ഏതാണ്? 2024 മികച്ച ചിത്രമാണ് ഏത്? ഓപ്ഷൻ C ആണ്. മഞ്ഞമ്മൽ ബോയ്സ് ആണ് 2024 മികച്ച ചിത്രം. അടുത്തത് മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയ ചിദംബരം ഏത് ചിത്രമാണ് സംവിധാനം ചെയ്തത്? ഏത് ചിത്രമായിരുന്നു? മഞ്ഞമ്മൽ ബോയ്സ് അല്ലേ. മഞ്ഞമ്മൽ ബോയ്സിലെ സംവിധായക മികവിനാണ് ചിദംബരത്തിന് മികച്ച സംവിധായകൻ പുരസ്കാരം ലഭിച്ചത്. അടുത്തത് മമ്മൂട്ടിക്ക് ഇതുവരെ ലഭിച്ച മികച്ച സംസ്ഥാന നടനുള്ള ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ എണ്ണം എത്രയാണ്? മമ്മൂട്ടിക്ക് ഇതുവരെ ലഭിച്ച മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ എണ്ണം എത്രയാണ്? എത്ര പുരസ്കാരങ്ങൾ ലഭിച്ചു എന്നാണ് നമ്മൾ പഠിച്ചത്? 7 പുരസ്കാരങ്ങൾ ലഭിച്ചു. എത്ര എണ്ണം ലഭിച്ചു? 7 എണ്ണം. അവസാനം ലഭിച്ചത് ഏത് വർഷമാണ്? 2022. അടുത്ത നോക്കിയാലോ. 2024 ഏറ്റവും ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ജനപ്രിയ ചിത്രം ഏതായിരുന്നു പിള്ളേരെ? ഏതായിരുന്നു? ഇത്തരം ഓപ്ഷൻ D ആണ്. പ്രേമലുമാണ് ജനപ്രിയ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തത് മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം പങ്കിട്ടത് ആർക്കെല്ലാമാണ് മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം ലഭിച്ചത്? അത് ഓപ്ഷൻ B ആണ്. സൗബിൻ ഷാഹിറും സിദ്ധാർത്ഥ ഭരതനും അല്ലേ. അപ്പോൾ ചിത്രം ഏതായിരുന്നു? സൗബിൻ ഏതിനാണ് കിട്ടിയത്? മഞ്ഞമ്മൽ ബോയ്സ്. സിദ്ധാർത്ഥ ഭരതൻ ഏതിനായിരുന്നു? ഭ്രമയുഗം. അപ്പോൾ കിട്ടി. അടുത്തത് നടന്ന സംഭവം എന്ന ചിത്രത്തിലൂടെ മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡ് നേടിയത് ആരാണ്? നടന്ന സംഭവം എന്ന ചിത്രത്തിലൂടെ മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡ് നേടിയത് ആരായിരുന്നു? ലിജോ മോൾ അല്ലേ. ലിജോ മോളിനാണ് മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കിക്കേ. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നവാഗത സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നവാഗത സംവിധായകൻ ആരായിരുന്നു? ഫാസിൽ മുഹമ്മദ്. ചിത്രം ഏതായിരുന്നു? ഫെമിനിച്ചി ഫാത്തിമ. അടുത്തത് മഞ്ഞമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിലൂടെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്?
സുഷിൻ ശ്യാം അല്ലേ? ആരാണ്? സുഷിൻ ശ്യാമിനാണ് മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ഏത് ചിത്രത്തിലൂടെ ലഭിച്ചത്? മഞ്ഞുമ്മൽ ബോയ്സിലൂടെ ലഭിച്ചത്. അടുത്ത ചോദ്യം, മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള അവാർഡ് ക്രിസ്റ്റോ സേവർക്ക് ലഭിച്ചത് ഏത് സിനിമയ്ക്കാണ്? അടുത്ത ചോദ്യം, മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള അവാർഡ് ക്രിസ്റ്റോ സേവർക്ക് ലഭിച്ചത് ആർക്കാണ്? ക്രിസ്റ്റോ സേവർക്ക് ലഭിച്ചത് ഏത് സിനിമയ്ക്കാണ്? ARM ആണല്ലേ? ARMന്റെ പശ്ചാത്തല സംഗീതത്തിനുള്ള അവാർഡാണ് ക്രിസ്റ്റോ സേവർക്ക് ലഭിച്ചത്. അടുത്ത ചോദ്യം, 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആരായിരുന്നു മികച്ച ഗായിക? സെബാ ടോമി. ഗായിക ഏതാണ്? സെബാ ടോമി. ചിത്രം ഏതായിരുന്നു? അല്ലേ? എന്ന് പറഞ്ഞ ചിത്രത്തിന് വേണ്ടിയിട്ടാണ് സെബാ ടോമിക്ക് മികച്ച ഗായികയുടെ പുരസ്കാരം ലഭിച്ചത്. കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയിലെ അഭിനയത്തിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച നടൻ ആരാണ്? ഉത്തരം ആസിഫ് അലി ആണ് അല്ലേ? അതുപോലെ ARMത്തിനാണ് ടൊവിനോ തോമസിനും പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചത്. അടുത്തത്, മികച്ച ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം നേടിയ പെൺപാട്ട് താരകൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മികച്ച ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം നേടിയ പെൺപാട്ട് താരകകൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? CS മീനാക്ഷി. ആരാണ്? CS മീനാക്ഷി. അപ്പോൾ ഇതാണ് നമ്മുടെ 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ. വളരെ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മാത്രം എടുത്ത് പഠിച്ചിട്ടുള്ളത്, എല്ലാം പഠിച്ചിട്ടൊന്നുമില്ല. ഇപ്പം ഇത്രയുമാണുള്ളത്. നമ്മൾ ഇതോടുകൂടി നവംബറിലെ കറണ്ട് അഫയേഴ്സ് തീർക്കുകയാണ്. അടുത്ത ദിവസം നമുക്ക് ഫെബ്രുവരിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.